തകരുന്നതും നശിക്കുന്നതും തെറ്റുപറ്റുന്നതൊക്കെ സിസ്റ്റം, നല്ലത് മുഴുവൻ നിങ്ങളുടെ മിടുക്ക്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാണ്, ഞങ്ങൾ രണ്ടല്ല ഒന്നാണ്. രാജസ്ഥാനിലെ ചിക്കാർപൂരിൽ ഇതേ കോൺഗ്രസിന്റെ ആളുകൾ സഹായിച്ചിട്ടാണ് അതേ ഇടതുപക്ഷത്തിന്റെ ആൾ ജയിച്ചത്. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സാർ, ചിലപ്പോ ചില തിരിമറികളൊക്കെ കാണും. ഇതേ കോൺഗ്രസിന്റെ ആളുകളുടെ നോമിനിയായിട്ടാണ് അതേ ഇടതുപക്ഷത്തിന്റെ ആൾ തമിഴ്നാട്ടിൽ മത്സരിച്ച് ജയിച്ചത്. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ട പ്രതിപക്ഷത്വം എന്തേ 10 കൊല്ലം മൗനമായിരുന്നു? ഉത്തരം പറ. +2 കഴിയുന്ന സമയത്ത് നമ്മുടെ മക്കൾ പറന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഭരണ സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തെടുക്കുകയാണ്? പറഞ്ഞത് വളരെ കറക്റ്റ്. ഇവരുടെ പ്രതിപക്ഷം അവിടെ ഇരുന്ന് കൈയടിച്ചവർക്ക് എല്ലാ ആശംസകളും നേരെയല്ലേ? അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് അതിനെ കൃത്യമായി പ്രതിരോധിച്ചു നിർത്താൻ നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് സാധിച്ചില്ല. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ കടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ PR വർക്കിന് കൊടുക്കുമ്പോൾ ഇന്ന് കേരളത്തില് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കടം അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് 4.8 ലക്ഷം കോടി പ്ലസ് ആണ്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്നും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട്, ഇന്നും വീടില്ലാത്ത ആളുകളുണ്ട്. എങ്ങനെ അതിദരിദ്രരില്ലാത്ത രാജ്യമായിട്ട് മാറും? കുഞ്ചുണ്ണൂലി, നീ കൊള്ളാലോടി. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്ന വികസനമല്ല സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം സാർ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എണ്ണത്തിലെ ഡോക്ടർമാരെ നിയമിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായ നഴ്സിംഗ് പാറ്റേൺ നിശ്ചയിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായ ആംബുലൻസ് സംവിധാനം ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായ കിടക്കകൾ ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായ എക്സ്റേ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായ MRI സിസ്റ്റം ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായി ഫാർമസിയിൽ മരുന്ന് കൊടുക്കുന്ന ഫാർമസി ഉണ്ടാക്കാൻ ഈ മെഡിക്കൽ കോളേജിലെ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. കൃത്യമായ ഇടപെടലുകൾ നടത്തി ഈ നാടിനെ കൃത്യമായ ആരോഗ്യ മേഖല സംരക്ഷിക്കപ്പെടണമെന്നുള്ള ബോധ്യമുള്ള ആളുണ്ടാകണം. അതുണ്ടാകാത്ത ഞങ്ങളുടെ കുറ്റ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നമ്മുടെ കഴിവേട് തന്നെയാ. 2 കത്തന മറന്നു വെച്ച് ഞങ്ങളുടെ കുറ്റ. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. എങ്ങനെ സംഭവിച്ചു? 3 ചെമുര് വീണ് ഒരു അമ്മ മരിച്ചത് ഞങ്ങളുടെ കുറ്റ. ഈ ചോദ്യം പലതവണയായി. ഇനി ചോദിച്ച പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. തിളച്ച പാലെടുത്ത് മോന്തൊക്കെ ഒഴിക്കും ഞാൻ. സിസ്റ്റത്തിന്റെ കുറ്റം ആണോ? തകരുന്നതും നശിക്കുന്നതും തെറ്റുപറ്റുന്നതൊക്കെ സിസ്റ്റം, നല്ലത് മുഴുവൻ നിങ്ങളുടെ മിടുക്ക്. അങ്ങനെ പറ. എന്റെ പ്രവർത്തനം, എന്റെ സർക്കാരിന്റെ പ്രവർത്തനം 10 വർഷം കൊണ്ട് മികച്ചതും ഗംഭീരവുമാണെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ ജനങ്ങൾക്ക് കാര്യപ്രാപ്തിപരമായിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്ന് ബോർഡും വെച്ച് ചെയ്തില്ലേ 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 എന്ന് ചോദിക്കേണ്ട ആവശ്യകതയുള്ളത്? രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിടിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി മതി. അത് ജനം കൃത്യമായിട്ട് മനസ്സിലെടുക്കില്ലേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച്. സത്യമാണോ ഈ പറയുന്നത്? അക്കമിട്ട് പറയുന്നു സാർ, അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ കേരളത്തിന്റെ ചെറുമക്കൾക്ക് ഇത്രയധികം അവർ കഞ്ചാവിനടിമയായിരുന്നോ? അല്ലേന്ന് ചോദിച്ചാ അല്ല, അതേന്ന് ചോദിച്ചാ അതെ. ഇത്രയധികം അവർ MDA ലഭ്യമായിരുന്നോ? അങ്ങനെയും ആവാം. ഇത്രയധികം ലഹരി മാഫിയ നമ്മുടെ മണ്ണിലെ ചെറിയ മക്കളെ പിടിച്ചിരുന്നോ? പൊന്നനിയ ശവത്തി കുത്തരുത്, ജീവിച്ചു പോട്ടെ. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പരാജയം എന്നല്ലാതെ അതിന് വിജയമെന്ന് ഞങ്ങൾ കാണണോ? കേരളം മാറും, കേരളം മാറി ചിന്തിക്കും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. വിവാദ രാഷ്ട്രീയമല്ല വേണ്ടത്, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.